എൻ്റെ വീടിൻ്റെ സൈഡിലായിട്ട് ചെയ്തേക്കുന്ന ഒരു കെണിക്കൂടാണ്. ഈ ഒരു ട്യൂബ് വഴിയാണ് തേനീച്ച ഈ ഒരു പോട്ടിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കൂട് തുറക്കാതെ ഇതിനകത്ത് കോളനി സെറ്റായോ, തേനീച്ച എന്തോരം ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഏറെക്കുറെ ആൾക്കാർക്കെല്ലാം അറിയാവുന്നതായിരിക്കാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഇതിനകത്ത് തേനീച്ചയുടെ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഒരു സ്ട്രെങ്ത് അറിയണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഐറ്റം എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഉണ്ടയിലായിട്ടൊന്ന് തട്ടിയാൽ മനസ്സിലാവും. വെളിയിൽ വരുന്ന തേനീച്ചയുടെ എണ്ണം വെച്ച് നമുക്ക് ഇതിനകത്ത് സ്ട്രെങ്ത് മനസ്സിലാവും. ഈ ഒരു ചട്ടിക്കകത്ത് എന്തോരം തേനീച്ചയുടെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ തട്ടിയിട്ട് അധികം തേനീച്ച ഇറങ്ങി വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ ഒരു കൂട് അത്രയ്ക്ക് ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ചട്ടിക്കകത്ത് വലിയ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടും വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഇവർ ഇതിനകത്ത് ടണൽ ഉണ്ടാക്കി നമുക്ക് മനസ്സിലാക്കാം. ടണൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് തേനീച്ച കൂട് അല്ലെങ്കിൽ അതിൻ്റെ കോളനി സെറ്റ് ആവത്തില്ല. നിങ്ങൾ കാണുന്നത് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു കൂടാണ്. ഇതിനകത്ത് കോളനി ഉറപ്പായിട്ടും സെറ്റ് ആവും. നല്ല അറ്റാക്കിങ്